പരിപ്പില്ലെങ്കിൽ എന്താ നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. ഒത്തിരി പച്ചക്കറികളൊന്നും തന്നെ ചേർക്കുന്നില്ല, 2 ഐറ്റം മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ തക്കാളി ഉള്ളിയും ഇല്ലാതെ സാമ്പാർ ആവില്ലല്ലോ. ദോശയ്ക്കും ഇഡലിക്കും ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത്. ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ആണെങ്കിൽ കുറച്ച് കൊഴുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് നീട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. 4 എണ്ണം സാമാന്യം വലുപ്പമുള്ളതാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് വേണ്ടിയത്. ഇതാ ഇതുപോലെ കൈവെള്ളയ്ക്കകത്ത് ഒതുങ്ങുന്ന രീതിയിലുള്ള വലുപ്പമേ ഉള്ളൂ. ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇതിന് വയലറ്റ് വഴുതനങ്ങയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പ്രത്യേകിച്ച് ഉണ്ട വഴുതനങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി ഇതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഉപ്പുവെള്ളത്തിനകത്തോട്ട് അരിഞ്ഞിടുക, കറിയൊന്ന് പോകാനായിട്ട്. ഇനി അത് കുക്കറിനകത്തോട്ട് ചേർക്കാം. നല്ല പിഞ്ച് വഴുതനങ്ങ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടത്. സാധാരണ സാമ്പാറിലിടുന്നതിലും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക, അതുകൊണ്ടാണ് ഒത്തിരി ഉള്ള പോലെ തോന്നുന്നത്. ഇനി തക്കാളി കൂടി ചേർക്കുക. ഇനി പച്ചമുളക് ചേർക്കണം. കുറച്ചേറെയായിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്, ഒരു 5-6 എണ്ണം ചേർക്കുന്നുണ്ട്. അതിൽ ഒരു 2 എണ്ണം ഇപ്പം ചേർക്കുക. 2 വെളുത്തുള്ളി അല്ലിയൂടെ ചേർക്കുക. ഇനി കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ലവണ്ണം വെന്ത് കിട്ടണം. ഒരു 3-4 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുക. അതായത് കുക്കറിൻ്റെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകാം. ഇനി ഇതാ ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം. ഇത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ തവി വെച്ചാലും നമുക്ക് ഉടച്ചെടുക്കാം. മത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കുറച്ച് വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിക്കാൻ പറഞ്ഞത്. വഴുതനങ്ങ നല്ല മൂത്തതാണ് എടുക്കുന്നെങ്കിൽ ഇങ്ങനെ ഉടച്ചതിന് ശേഷവും വെള്ളക്കടുക് ഇങ്ങനെ വാരിയിട്ട പോലെ അതിൻ്റെ കുരു ഇങ്ങനെ കിടക്കും. അപ്പോൾ കഴിവതും പിഞ്ചായിട്ടുള്ള കത്രിക്ക എടുക്കാൻ നോക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റും. അതായത് നല്ലവണ്ണം ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ലത്. ഇനി കടുക് ഇട്ടൊന്ന് പൊട്ടി വരട്ടെ. കുറച്ച് വറ്റൽമുളക് കൂടെ ചേർക്കാം, കൂടെ കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതാ 1 കപ്പോ അല്ലെങ്കിൽ 3/4 കപ്പോ ചെറുള്ളി ചേർക്കാം. ഇനി ഒരു 4-5 പച്ചമുളക് ചേർക്കാം. ഇതിലല്പം പച്ചമുളക് കൂടുതലായിട്ട് ചേർക്കണം. അഥവാ എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 പച്ചമുളകിൻ്റെ കുരു അങ്ങ് ഒരു കത്തി വെച്ചങ്ങ് തള്ളി മാറ്റി കളഞ്ഞിട്ട് ചേർക്കുക. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർക്കാം. ഇല്ലെങ്കിൽ ചെറു തീയിലിട്ടിട്ട് മൂടി വെച്ചാൽ മതിയാവും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി മൂടി വെച്ചാൽ മതിയാവും. പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതാ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ചെറുള്ളിയായിട്ട് എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ പകുതി സവാളയും പകുതി ചെറുള്ളിയും ചേർക്കാം. സവാള തന്നെയായാലും ചേർക്കാം. പിന്നെ സാമ്പാറിൽ ചെറുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഉള്ളി ആയിട്ടുണ്ട്. ഇനി ഇതിൽ പൊടി ചേർക്കാം. തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം സാമ്പാർ പൊടി ചേർക്കുക. ഞാനിവിടെ ദാ 1 സ്പൂൺ ഫുള്ളായിട്ട് കുന്നുപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി തീയെ നല്ലവണ്ണം കുറച്ച് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 20-25 സെക്കൻഡ് നേരത്തേന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടി നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ, ഒട്ടും കരിഞ്ഞു പോകല്ലേ. ഇതായിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒഴിക്കാം. ലോങ് ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്.
ഇനി വളരെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊഴിക്കുക. ചോറിനൊക്കെ ഇതുണ്ടാക്കുന്നെങ്കിൽ കുറച്ച് പുളി കൂടുതലായിട്ട് ഒഴിക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും പുളി ഒഴിക്കാറില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടം എത്രയാണോ അത്ര ഒഴിക്കുക. കൂടെ തന്നെ വെജിറ്റബിൾ ഉടച്ചു വെച്ചിരിക്കുന്നതോടെ ചേർക്കുക. ഇനി ആ കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി ചേർക്കാം. പച്ചക്കറി ഉടച്ചതുകൂടെ ചേർത്ത് ഒരു ടോട്ടൽ ഒരു 3 അല്ലെ 3.5 ഗ്ലാസ്സിനടുത്തായിട്ട് വെള്ളം ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇതാ കുറച്ച് ലൂസായിട്ടിരിക്കും. തിളച്ചൊക്കെ വരുമ്പോഴത്തേന് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പ് ചേർക്കാം. ഇനി ഇത് മൂടി വെച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. തീ അല്പം കൂട്ടി വയ്ക്കുക. നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടുത്തത് ചേർക്കാം. ഇനി ഒരൽപ്പം കായപ്പൊടി ചേർക്കാം. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഇനി ഒരൽപ്പം ശർക്കരപ്പൊടി, വളരെ കുറച്ച് മതി ബാലൻസ് ആകാൻ വേണ്ടി, അതുകൂടി ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് വെട്ടി തിളച്ചോട്ടെ. ഒരു 2 മിനിറ്റോളം മതിയാകും ആ സാമ്പാറിൻ്റെ പൊടിയും കായും എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട്. ഇത് നല്ലവണ്ണം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴത്തേന് കുറച്ച് മല്ലിയില ചേർക്കുക. മല്ലിയില കൂടി ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. മല്ലിയില തീരെ ഇഷ്ടമില്ലാത്തവർ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഈ സമയത്ത് ചേർക്കുക. ഇപ്പം തന്നെ ഇത്രയും കുറുകി വന്നിട്ടുണ്ട്. ഇനി ആറിയതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് കുറുകും. അതായത് ഇഡലിക്ക് സാമ്പാറിനും പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ കുറുക്കിയെടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഒന്ന് ആറുമ്പോൾ കറക്റ്റായിരിക്കും. ഇതിലും കുറച്ചുകൂടി ഇങ്ങനെ നീട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ സാമ്പാർ പൊടിയൂടെ കൂടുതലായിട്ട് ചേർക്കേണ്ടതാണ്. ഈ ഒരു 2 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേന് ആ ചെറുള്ളിയൊക്കെ അകമൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉടയാതെ വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പില്ലാത്ത നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണിത്. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷനൊന്നും എനേബിൾ ആക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.